പലവിധമായ പ്രതികൂലങ്ങളിലൂടെ സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലായി തിരുസഭയ്ക്കെതിരെ ആസൂത്രിതമായ പല പദ്ധതികളും നടപ്പിൽ വരുന്നുണ്ട്. പല വിധത്തിൽ ലോകത്ത് മുഴുവൻ പ്രതിസന്ധിയുണ്ട്, അതോടൊപ്പം തന്നെ സഭയ്ക്ക് പ്രതിസന്ധിയുണ്ട്. ആസൂത്രിതമായി വൈദികരെ കൊലപ്പെടുത്താനും അപായപ്പെടുത്താനുമുള്ള പദ്ധതികൾ ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. പല ചെറുപ്പക്കാരായ വൈദികരും അപകടത്തിൽ മരിക്കുന്നുണ്ട്, ആത്മഹത്യ ചെയ്യുന്നുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ മരണം ഓരോ 2-3 മാസം കൂടുമ്പോൾ ഓരോ സിസ്റ്ററിൻ്റെ ആത്മഹത്യ എന്ന നിലയിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട്. ഏതാണ്ട് 75ഓളം സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ വർഷം വൈദികർക്കെതിരെയും ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയും ആസൂത്രിതമായ മന്ത്രവാദം നടന്നത്. കോഴിക്കോട് വെച്ച് നടന്ന ഒരു സാത്താൻ സേവ കേരള സഭയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു ബ്ലാക്ക് മാസ് പ്ലാൻ ചെയ്ത സമയത്താണ് കേരളത്തിൽ പ്രളയം ഉണ്ടാവുന്നത്. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ഒരുപാട് അണ്ടർ കറൻസ് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഇതൊന്നും കെട്ടുകഥയല്ല, എനിക്ക് നേരിട്ട് വ്യക്തമായി ബോധ്യമുള്ള സംഗതികൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇതുകൂടാതെ നമുക്കറിയാത്ത അനേകം കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ചർച്ച് ഈസ് ടാർഗറ്റഡ് ആൻഡ് പ്രീസ്റ്റ് ആർ ഓൺ ദി അറ്റാക്ക്, ദേ ആർ ഓൺ ദ വാർ ഫ്രണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒരു ആസൂത്രിതമായ വെല്ലുവിളി ഉയർന്നു നിൽക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ അറിവ് കൊണ്ട് അതിനെ നേരിടാൻ പറ്റില്ല, നമ്മുടെ കഴിവ് കൊണ്ട് അതിനെ നേരിടാൻ പറ്റില്ല, പണം കൊണ്ട് അതിനെ നേരിടാൻ പറ്റില്ല, അംഗബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ കായിക ശേഷി കൊണ്ടോ സാമ്പത്തിക ശക്തി കൊണ്ടോ അതിനെ നേരിടാൻ പറ്റില്ല. പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് മാത്രമേ പിശാചിൻ്റെ കെണികളെ തകർക്കാൻ പറ്റൂ. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മളെ നയിക്കുന്ന ഒരു ചിന്ത. നമുക്ക് ആത്മാവിനാൽ നിറഞ്ഞാലല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലത്തേക്ക് വൈദിക സമൂഹം വരികയാണ്. തിരുസഭയ്ക്കകത്ത് തന്നെ നിങ്ങൾ ഒരുപക്ഷെ ഞങ്ങളൊക്കെ പഠിച്ചു വന്ന കാലത്ത് നമ്മൾ സ്വപ്നത്തിൽ പോലും കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ സഭയ്ക്കകത്ത് തന്നെയുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും കർത്താവ് പറയുന്നത് പോലെ മനുഷ്യപുത്രൻ മടങ്ങിയെത്തുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചത് ശരിയാവുന്ന വിധത്തിൽ എല്ലാ അർത്ഥത്തിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവൻ അപായപ്പെടുത്താൻ പോലുമുള്ള ശ്രമം സഭയ്ക്കകത്ത് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും മനസ്സിലാക്കുന്നതിനേക്കാളും വലുതാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി. അതുകൊണ്ട് നിങ്ങൾ ഈ ജീവിതത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇഫ് യു ആർ സീരിയസ് അബൌട്ട് യുവർ വൊക്കേഷൻ ആൻഡ് ഇഫ് യു ആർ സീരിയസ് അബൌട്ട് യുവർ പ്രീസ്റ്റ്ഹുഡ്, നമുക്ക് അഭിഷേകത്താൽ നിറയുക എന്നുള്ളതല്ലാതെ സർവൈവ് ചെയ്യാൻ ഇനി വേറൊരു വഴിയുമില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. കൃപയുള്ള വൈദികരെ മാത്രം ജനങ്ങൾ അന്വേഷിക്കുന്ന കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വൈദികനായതുകൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾക്ക് 100 മാർക്ക് കിട്ടുക എന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങൾ ആത്മാവിനാൽ നിറയുക എന്നുള്ളത്. നമുക്ക് മറ്റെന്ത് കാര്യങ്ങൾ നമുക്ക് നേടി എന്നതിനേക്കാളും പ്രധാനമാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ സന്ധ്യയിൽ ആഗ്രഹിക്കണം. നമ്മൾ എലീശായുടെ ആത്മാഭിഷേകത്തെ ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം, കർത്താവേ, എനിക്ക് നല്ലൊരു വൈദികനാവണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൂടാതെ അത് സാധിക്കുകയില്ല. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും, വലിയ അഭിഷേകത്തിലേക്ക് കർത്താവ് നയിക്കും. ആഗ്രഹിച്ചാൽ മതി. വട്ടായിലച്ചനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അച്ഛൻ പാലക്കാട് കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മാത്യു ഇലവെങ്കിലച്ഛൻ, കൊച്ചു മാത്യു അച്ഛൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു സന്ദേശം വിളിച്ചു പറഞ്ഞു. ഈ പാലക്കാട് രൂപതയിൽ നിന്ന് കർത്താവ് ഒരു വൈദികനെ ജനത്തിനു വേണ്ടി അഭിഷേകം ചെയ്ത് ഉയർത്താൻ പോകുന്നു. ഇപ്പോൾ വട്ടായിലച്ചൻ അന്ന് ആ കൺവെൻഷന് പങ്കെടുത്തിട്ടില്ല. അപ്പം അച്ഛൻ കാര്യറ എന്ന് പറയുന്ന സ്ഥലത്തെ വികാരിയായിരിക്കുന്ന സമയത്ത് ഫൊറോന മീറ്റിങ്ങിന്, ജില്ലാ അച്ഛന്മാരുടെ മീറ്റിങ്ങിന് പോയ സമയത്ത് അച്ഛന്മാരെല്ലാം കൂടി ഇങ്ങനെ കൂടിയിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ തമാശയായിട്ട് പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കും. പാലക്കാട് നിന്നൊരു അച്ഛനെ അഭിഷേകം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവർ പരിഹസിച്ച് ചിരിക്കും. അതിനെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുമ്പോൾ അച്ഛൻ എന്താണ് കാര്യമെന്ന് അന്വേഷിക്കും.
അപ്പോൾ അവരിങ്ങനെ പറയും, ഇങ്ങനെ പാലക്കാട് നിന്ന് ഒരു വൈദികനെ അഭിഷേകം ചെയ്യാൻ പോകുന്നു മാത്യു ഇലവുങ്കൽ അച്ഛൻ സ്റ്റേജിൽ നിന്ന് സന്ദേശം പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ കളിയാക്കുകയാണ്. അച്ഛൻ ഇത് കേട്ട ഉടനെ പെട്ടെന്ന് ആ കുടിച്ച ചായ അവിടെ തന്നെ വെച്ചിട്ട് വേഗം നേരെ പള്ളിയിലോട്ട് പോയി. അച്ഛൻ പള്ളി മുട്ടുകുത്തിയിട്ട് കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവേ അത് ഞാനായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഇന്നെന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഒരു സാധാരണ പള്ളിയിലെ ഒരു സാധാരണ വികാരിയച്ഛനായിരുന്നൊരു മനുഷ്യനെ ഈ കാലഘട്ടത്തിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവം മാറ്റി. അപ്പം അതിന് അദ്ദേഹം എന്താ ചെയ്തത്? ആഗ്രഹിച്ചു. സെയിൻറ്റ് ബെനഡിക്റ്റിനോട് അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ, ആ സഹോദരിയും വിശുദ്ധയാണ്, ആ സഹോദരി ചോദിച്ചു, വിശുദ്ധയാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന് 3 വഴികളുണ്ട്. ഒന്നാമതായി ആഗ്രഹിക്കുക, രണ്ടാമതായി ആഗ്രഹിക്കുക, മൂന്നാമതായി ആഗ്രഹിക്കുക. നമുക്കിതേ ഉള്ളൂ വഴി, ആഗ്രഹിക്കുക. നമുക്ക് ആഗ്രഹിക്കുന്നതിന് ആർക്കും ടാക്സ് കൊടുക്കണ്ടല്ലോ, കൊടുക്കണ്ട. നമ്മൾ ആഗ്രഹിക്കുക. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പരാധീനതകളൊന്നും നിങ്ങൾ നോക്കണ്ട. ഞങ്ങൾക്ക് മാർക്ക് കുറവാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കാൻ പുറകോട്ടാണ്, ഞങ്ങൾക്ക് പ്രാർത്ഥന ജീവിതം കുറവാണ്, ഞങ്ങൾ കുറേ വീഴ്ചകൾ വന്നു പോയ ആളാണ്, അതൊന്നും ഇപ്പം നിങ്ങൾ ഗവനിക്കണ്ട. നിങ്ങൾ ആഗ്രഹിക്കുക. ആഗ്രഹിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം തരാൻ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ ദൈവത്തിന് പറ്റും. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്നവനാണ് ദൈവം. എഫേസ്യോസ് 3:20-21. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, മാമോദീസ വഴി നമ്മളിലേക്ക് നിക്ഷേപിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മളെ മാറ്റിമറിക്കാൻ കഴിയുന്നവനാണ് ദൈവം. അപ്പം അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് അത് ആഗ്രഹിക്കുക. ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് ആഗ്രഹമാണ്. കർത്താവേ, എനിക്ക് ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് മാറുന്ന വലിയ ഒരു അഭിഷേകത്തിൻ്റെ ഉടമയായിട്ട് മാറണം. ദൈവത്തിന് അത് തരാൻ പറ്റും. നീ ഒന്ന് കണ്ണടച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഓരോ മകനും ഈ സമയത്ത് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കണ്ണുനീര്, പ്രയാസം എല്ലാം കർത്താവിന് കാണാം. നമ്മുടെ ഉത്കണ്ഠകൾ അവിടുത്തേക്ക് അറിയാം. നമ്മുടെ ഭാരങ്ങൾ അവിടുത്തെ ഹൃദയത്തിലുണ്ട്. നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്നും നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ടെന്നും അവിടുന്ന് അരുളി ചെയ്തു. ഈ സമയത്ത് ആഗ്രഹിക്കുക. വലിയൊരു അഭിഷേകത്തിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശാനും പരിശുദ്ധാത്മാവ് നിറയാനും ആഗ്രഹിച്ച് എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആത്മാവേ ഞങ്ങളിൽ നിറയണമേ, ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകളടച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ആത്മാവിൻ്റെ നിറവിന് വേണ്ടി അപ്പസ്തോലന്മാർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാവണം, പരിശുദ്ധാത്മാവിനാൽ നിറയണം. അപ്പസ്തോലന്മാരോട് ഈശോ പറഞ്ഞത്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരം വിട്ട് പോകരുത് എന്നാണ്. ആത്മാവിൻ്റെ വലിയ ഒരു കൃപയുടെ അടയാളം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ആത്മാവിൻ്റെ നിറവിൽ എന്നും ജീവിക്കാൻ പറ്റണം. കർത്താവിൻ്റെ കാര്യങ്ങളോട് ഒരു താല്പര്യം എപ്പോഴും ഹൃദയത്തിലുണ്ടാവണം. ലോകത്തെക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് കിട്ടണം. വചനത്തോട് ദാഹം വരണം. പ്രാർത്ഥിക്കാൻ ദാഹം ഉണ്ടാവണം. പരിശുദ്ധ കുർബാനയോട് കൂദാശകളോട് സ്നേഹം വരണം. ദൈവജനത്തോട് വലിയ കരുണയും അടുപ്പവും ഉണ്ടാവണം. എല്ലാം തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, മാതാവേ, പരിശുദ്ധാമ്മയുടെ വലിയ മാധ്യസം ഈ സന്ധ്യയിൽ ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരുക്കുമാരനെ അമ്മ കുരിശോളം വളർത്തി വലുതാക്കിയത് അമ്മയുടെ മാതൃകാപരമായ ജീവിതവും പ്രാർത്ഥനയും കൊണ്ട്
ആണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പൗരോഹിത്യത്തിലേക്കുള്ള വഴിയിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഇരുന്നേ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു ദൈവാനുഭവം നമ്മൾ ബൈബിളിലൂടെ നിന്ന് കടന്നു പോവുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ 1-2 അധ്യായങ്ങളിൽ നിന്ന് ഏലീഷായുടെ ഒരു പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ ചില ഘട്ടങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമ്മൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായമാണ് കണ്ടത്. 20, 21, 22 കൂടി ഞാൻ പെട്ടെന്നൊന്ന് പറയുകയാണ്. അപ്പോൾ രാജാക്കന്മാരുടെ ആ പുസ്തകം നമുക്കങ്ങ് തീരുകയും ചെയ്യും. അതേസമയം 1-2 കുഞ്ഞു കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കുകയും ചെയ്യാൻ പറ്റും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 20-ാം അധ്യായത്തിൽ ആഹാബ് സിറിയായുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അത് ശരിക്കും അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയുകയാണ്. 1-2 ചെറിയ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സിറിയായുമായിട്ട്, സിറിയ രാജാവിൻ്റെ പേര് ബെൻഹദാദ് എന്നാണ്. ബെൻഹദാദ് രാജാവുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് 2 തവണയും യുദ്ധം ചെയ്യുമ്പോൾ ബെൻഹദാദിനെ ആഹാബ് പരാജയപ്പെടുത്തും. കർത്താവിൻ്റെ സഹായം ആഹാബിന് കിട്ടും. അങ്ങനെ 2 തവണയും യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് കഴിയുമ്പോൾ ബെൻഹദാദ് ഒരു ചെറിയ അഭിനയം നടത്തും. അപ്പോൾ അദ്ദേഹം ചെന്ന് ആഹാബിൻ്റെ കാല് പിടിച്ച് കരയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ 2-ാമത്തെ തവണ ആഹാബ് ബെൻഹദാദിനെ വിട്ടയക്കും. അപ്പോൾ അങ്ങനെ വിട്ടയച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എതിരായിരുന്നു. കാരണം സിറിയ രാജാവിനെ കയ്യിൽ കിട്ടിയിട്ട് വിട്ടയച്ചത് കർത്താവിൻ്റെ ഇഷ്ടത്തിന് എതിരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആഹാബിനോട് ദൈവം പറയുകയാണ്, നീ അവനോട് അവൻ ദയ നിന്നോട് ചോദിച്ചപ്പോൾ അവൻ്റെ കണ്ണുനീര് കണ്ട് അവനെ നീ വെറുതെ വിട്ടതുകൊണ്ട് അവൻ്റെ ജീവന് പകരം നിൻ്റെ ജീവനും അവൻ്റെ ജനത്തിന് പകരം നിൻ്റെ ജനവും എടുക്കപ്പെടും. അപ്പോൾ ഇതാണ് 20-ാം അധ്യായത്തിലെ ഒരു വിവരം. അതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ, ഈ സിറിയ രാജാവ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് തിന്മയുടെ പ്രതീകമായിട്ടാണ്. ആഹാബ്, ഇസ്രായേൽ ജനം ഒക്കെ നമ്മുടെ ജീവിതമായിട്ട് എടുത്താൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ആശയം ഇതാണ്: തിന്മയുമായിട്ട് ഒരു ഒത്തുതീർപ്പിന് പോയാൽ ആ തിന്മ നമ്മുടെ ജീവൻ എടുക്കും. അത് 21-ാം അധ്യായത്തിൽ പിന്നീട് നമ്മളത് കാണുകയാണ്. അതായത് ഏതെങ്കിലും ഒരു തിന്മയുമായിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ ആ തിന്മ നമ്മുടെ ജീവൻ അപഹരിക്കും. അപ്പോൾ നമ്മൾ എന്ത് തിന്മയാവട്ടെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പാപങ്ങളുമായിട്ടുള്ള ഒത്തുതീർപ്പല്ല, പാപങ്ങൾക്കെതിരെയുള്ള നിരന്തര സമരമാണ് ആത്മീയ ജീവിതം. ഒരു മരണം വരെ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പാപത്തിനെതിരെയുള്ള സമരമാണ്. ഹെബ്രായ ലേഖനം 12 സമരമെന്ന് തന്നെയാണ് പൗലോസ്ലീഹ പറയുന്നത്. ഒന്ന് വായിച്ച്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്. 12:4 ഉച്ചത്തി വായിക്കണം. ഹെബ്രായർ 12:4 വേഗം എടുത്ത് ഉറക്കെ വായിച്ച്. ഹെബ്രായർ 12:4 പാപത്തിനെതിരെയുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. എന്നോട് വായിച്ച്. പാപത്തിനെതിരെയുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. പാപത്തിനെതിരെയുള്ള സമരത്തിൽ രക്തം ചൊരിയേണ്ടി വന്ന ആരെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ? പാപത്തിനെതിരെയുള്ള സമരത്തിൽ രക്തം ചൊരിഞ്ഞ ഒരു കൊച്ചു പുണ്യവതിയാണ് മരിയ കൊരിന്തി. അത് പ്രകടമായിട്ട് രക്തം ചൊരിഞ്ഞാണ്. ഇനി അതും കൂടാതെ വിശുദ്ധരെല്ലാവരും തന്നെ നല്ലതായിട്ട് ജീവിക്കാൻ, വിശുദ്ധരായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച എല്ലാ മനുഷ്യരും പാപത്തിനെതിരെയുള്ള സമരത്തിൽ രക്തം ചൊരിയുന്നവരാണ്. അപ്പോൾ ആഹാബ് എന്താ ചെയ്തത്? ആഹാബ് സിറിയ രാജാവിനോട് ഒരു കോംപ്രമൈസ് ചെയ്തു. പാപത്തോട്, തിന്മയോട്, തഴക്കദോഷങ്ങളോട് നമ്മൾ ഒത്തുതീർപ്പ് നടത്തിയാൽ അത് നമ്മുടെ ജീവൻ അപഹരിക്കും. അത് ഒടുവിൽ നമ്മളെ നാശത്തിൽ എത്തിക്കും. ഉദാഹരണങ്ങൾ ഞാൻ പറയാത്തത്, ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ പറഞ്ഞ് നമ്മുടെ സമയം കളയണ്ടെന്ന് ഓർത്തിട്ടാണ്. ഇതെല്ലാം ഉദാഹരിക്കാൻ നമുക്ക് ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ നമ്മളതിനോട് അങ്ങ് ആ സമരം നിർത്തിയെന്ന് വെച്ചോ. യുദ്ധം നിർത്തിയാൽ ശത്രു നമ്മളെ കീഴ്പ്പെടുത്തും.
ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കരുത്. അപ്പോൾ നമ്മൾ വീണ്ടും 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 കുമ്പസാരിച്ച് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച്, അമ്മ ത്രേസ്യ ഒരിക്കൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നുകിൽ അത് വിശുദ്ധിക്കെതിരായുള്ള പ്രലോഭനം അമ്മ ത്രേസ്യ വേട്ടയാടുമ്പോൾ അമ്മ ത്രേസ്യ ഒരിക്കൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഒന്നുകിൽ വിശുദ്ധി അല്ലെങ്കിൽ മരണം, ഒന്നുകിൽ വിശുദ്ധി അല്ലെങ്കിൽ മരണം. അപ്പോൾ അങ്ങനെയാണ് അമ്മ ത്രേസ്യ അതിനെ അതിജീവിക്കുന്നത്, ആ പാപത്തെ അതിജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാപത്തിനെതിരായുള്ള സമരത്തിൽ ഒരു സമാധാനം സ്ഥാപിച്ചാൽ, ഒത്തുതീർപ്പ് നടത്തിയാൽ, ആഹാബിനെ പിന്നീട് സിറിയ രാജാവ് കൊലപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ നാശത്തിന് കാരണമാകും. അതാണ് 20-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം. ഇനി 21-ാം അധ്യായത്തിൽ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറയുന്നതാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്. അത് ആഹാബ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈക്കലാക്കുകയാണ്. അത് ഞാൻ പറയുന്നില്ല. 22-ാമത്തെ അധ്യായത്തിൽ മറ്റൊരു സംഭവം നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇപ്പോൾ 2 രാജ്യമാണ്. ഞാനതിൻ്റെ ചരിത്രം നേരത്തെ പറഞ്ഞിരുന്നു. ഈ ആഹാബ് ഏത് രാജ്യത്തെ രാജാവാണ്? ആഹാബ് ഇസ്രായേലിലെ രാജാവാണോ യൂദയായിലെ രാജാവാണോ? ഇസ്രായേലിലെ രാജാവാണ്. അപ്പോൾ അന്ന് യൂദ ഭരിക്കുന്നത് യഹോഷാഫാത്ത് എന്ന പേരുള്ളൊരു രാജാവാണ്. ആഹാബ് ഇസ്രായേൽ ഭരിക്കുമ്പോൾ യൂദ ഭരിക്കുന്നത് യഹോഷാഫാത്താണ്. യഹോഷാഫാത്ത് ഒരു നല്ല മനുഷ്യനാണ്. 34-ാമത്തെ വയസ്സിലോ മറ്റോ ആണ് അദ്ദേഹം രാജാവാകുന്നത്. അപ്പോൾ ചെറുപ്പമാണ്, നല്ല മനുഷ്യനുമാണ്. അപ്പോൾ അദ്ദേഹം ആഹാബുമായിട്ട് ഇവർ തമ്മിൽ ശത്രുതയെ കഴിയാണ്, ഇസ്രായേലും യൂദയും തമ്മിൽ. അപ്പോൾ ഇവർ തമ്മിൽ ഒത്തുതീർപ്പിലായി, അനുരഞ്ജനത്തിലായി, സഹോദരന്മാർ തമ്മിൽ രമ്യപ്പെട്ട് കഴിയുമ്പോൾ ഇസ്രായേൽ രാജാവിനെയും കൂട്ടി ആഹാബ് സിറിയ രാജാവിനെതിരെ പോവുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് കിടപ്പുണ്ട്. എന്താണ്? നീ സിറിയ രാജാവിനെ വെറുതെ വിട്ടത് കൊണ്ട് എന്തു ചെയ്യും? അവൻ നിൻ്റെ ജീവൻ എടുക്കും. അപ്പോൾ ഇത് കിടക്കുകയാണ്. അത് കിടക്കുമ്പോൾ തന്നെ ഈ ഇസ്രായേൽ രാജാവിനെ കൂടെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി യൂദ രാജാവിനെ കൂടെ കൂട്ടി, യഹോഷാഫാത്തിനെ കൂടെ കൂട്ടി ആഹാബ് യുദ്ധത്തിന് പോകുന്നു. അവിടെ വെച്ച് ആഹാബ് വേഷം മാറിയാണ് പോകുന്നത്, ആളറിയാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഒരു ഭടൻ എയ്ത അമ്പ് ഈ മനുഷ്യൻ്റെ ദേഹത്ത് വന്ന് അറിയാതെ കൊണ്ടു, ഈ ആഹാബിൻ്റെ ദേഹത്ത്. അങ്ങനെ ആഹാബ് പടക്കളത്തിൽ വെച്ച് മരിച്ചു വീഴുകയാണ്. അതാണ് 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഞാനത് പറഞ്ഞത് നമ്മൾ 16 മുതൽ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരുന്നപ്പോൾ അത്രയും കൂടെ പറഞ്ഞാൽ രാജാക്കന്മാരുടെ ആ പുസ്തകം അങ്ങ് തീരും എന്നോർത്തിട്ടാണ്. ഇനി നമുക്ക് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് പ്രവേശിക്കാം. അതാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൻ്റെ 1ഉം 2ഉം അധ്യായങ്ങൾ. 1-ാം അധ്യായം ഞാൻ പെട്ടെന്നൊന്ന് പറയും. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അല്പം വിശദമായിട്ട് കടന്നു പോകും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ചൊത്തി പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ അപ്പോൾ ആഹാബിൻ്റെ മരണത്തിന് ശേഷം അടുത്ത രാജാവ് വരികയാണ്. അടുത്ത രാജാവാണ് അഹസിയ. അപ്പോൾ അഹസിയ എന്ന് പറയുന്ന രാജാവ് ഭരണത്തിലെത്തി. അപ്പോൾ ഈ മനുഷ്യൻ ഒരിക്കൽ മട്ടുപ്പാവിൽ നിന്ന് താഴെ വീണു. എങ്ങനെ വീണെന്ന് അറിഞ്ഞുകൂടാ. തല ഇറങ്ങി വീണതാണോ തെന്നി വീണതാണോ എന്നൊന്നും അറിയാൻ പാടില്ല. എങ്ങനോ ഈ രാജാവ് മട്ടുപ്പാവിൽ നിന്ന് താഴെ വീണു. ബോധം കെട്ട് വീണതായിരിക്കും. അപ്പോൾ എങ്ങനെ വീണെന്നറിയില്ല. ഇയാൾ താഴെ വീണ് കഴിഞ്ഞപ്പോൾ താഴെ വീണ് കിടപ്പിലായി. അപ്പോൾ ഈ കിടപ്പിലായി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് ഇനി ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുമോ, ഈ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമോ എന്നറിയാൻ വേണ്ടി ഒരാഗ്രഹം. അതിന് അദ്ദേഹം എക്രോണിലെ ദേവനായ ബാൽസബൂബിൻ്റെ അടുത്തേക്ക്, ഒരു ദേവൻ, ആ ദേവൻ്റെ അടുത്തേക്ക് അദ്ദേഹം ആളയച്ചു. ഇസ്രായേലിലെ രാജാവാണെന്ന് ഓർക്കണം. ദൈവത്തെ ആരാധിക്കുന്ന ഒരു മതത്തിലെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഈ മട്ടുപ്പാവിൽ നിന്ന് വീണ് രോഗക്കിടക്കയിലായപ്പോൾ ഇനി താൻ എഴുന്നേൽക്കുമോ എന്ന് സംശയം വന്നപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേൽക്കുമോ എന്നറിയാൻ വേണ്ടി എക്രോണിലെ ദേവനായ ബാൽസബൂബിൻ്റെ അടുത്തേക്ക് ആളയച്ചു. അല്ലെ ആ ക്ഷേത്രത്തിലേക്ക് ഉപദേശം ചോദിച്ച് ആളെ വിട്ടു. പോകുന്ന വഴിക്ക് ഇവർ ഏലിയായെ കണ്ടു. അപ്പോൾ ഏലിയ ഇവരെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ എക്രോൺ ദേവനായ ബാൽസബൂബിനെ സമീപിക്കുന്നത്? അതുകൊണ്ട് അവിടം വരെ പോകണ്ട, വണ്ടിക്കൂലി അത്രയും കളയണ്ട, ഉള്ള വിവരം ഞാൻ പറഞ്ഞുതരാം. അവനോട് ചെന്നിട്ട് പറഞ്ഞുതര്, അവൻ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേക്കില്ല, അധികം താമസിക്കാതെ മരിക്കും. അപ്പോൾ അത് അങ്ങോട്ട് പോയി ബുദ്ധിമുട്ടണ്ട, വിവരം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ ഈ പോയ ആളുകൾ നേരെ മടങ്ങി ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഏലിയ പറഞ്ഞിരിക്കുകയാണ്, അല്ല ഏലിയ എന്നല്ല, ഞങ്ങളോടൊരു മനുഷ്യൻ പറഞ്ഞു രാജാവിനോട് പറയണം, നീ എഴുന്നേൽക്കില്ല,
രോഗശയ്യയിൽ നിന്ന് എഴുന്നേൽക്കില്ല, നീ മരിക്കും. അപ്പോൾ ഈ രാജാവ് ചോദിച്ചു, ഇയാളെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, രോമക്കുപ്പായവും തുകൽ കൊണ്ടുള്ള അരപ്പട്ടയും അണിഞ്ഞിരുന്ന ഒരാളാണ്. അപ്പോൾ ഏലിയ പറഞ്ഞു അപ്പോൾ രാജാവ് പറഞ്ഞു, അത് ഏലിയായാണ്. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇനി ഏലിയായെ പിടിക്കാൻ വേണ്ടി ഇയാൾ 50 പേരെ വിടുകയാണ്. ഏലിയായെ പിടിക്കണമല്ലോ, കാരണം എഴുന്നേക്കത്തില്ല, ഇനി എങ്ങനെയെങ്കിലും ഇവനെ കൂടെ പറയിപ്പിക്കണം, എന്ത് എഴുന്നേക്കുമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മനുഷ്യൻ ഒരു 50 പേരെ ഏലിയായെ പിടിക്കാൻ വേണ്ടി വിട്ടു. അപ്പോൾ ഏലിയ മലമുകളിൽ നിൽക്കുക, മലമുകളിൽ ഇരിക്കുകയാണ്. അപ്പോൾ 50 പേരും താഴെ വന്നിട്ട് ഇറങ്ങി വേണമെന്ന് പറയുകയാണ്. മരത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പറയുന്ന പോലെ ഇറങ്ങി വരാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങാൻ പറയുന്ന സമയത്ത് ഏലിയ പറയും, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ഇപ്പോൾ തീ ഇറങ്ങി നിങ്ങളെല്ലാം കൊന്നു കളയട്ടെ എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് തീ ഇറങ്ങും. അപ്പോൾ ഈ 50 പേരും മരിക്കും. അപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് രാജാവ് അടുത്ത 50 പേരെ വിടും. അവർ വന്നിട്ട് ഏലിയോട് പറയും, മര്യാദയ്ക്ക് ഇറങ്ങി വരാൻ പറയും. ഏലിയ പറയും, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ തീ ഇറങ്ങട്ടെ എന്ന് പറയും. അപ്പോൾ തീ ഇറങ്ങും, അവർ മരിക്കും. മൂന്നാമത് രാജാവ് അടുത്ത 50 പേരെ വിടും. അവർ താഴെ വന്നിട്ട് പറയും, പൊന്നു സാറേ ഉപദ്രവിക്കരുത്, ദയവ് ചെയ്ത് ഇറങ്ങി വരണം, ഞങ്ങളെ തീ ഇറക്കി കൊന്നുകളയരുത്, ഞങ്ങൾ ഇവിടുന്ന് നീ ഇറങ്ങി വന്നില്ലെങ്കിൽ നീ തീ ഇറക്കി ഞങ്ങളെ കൊല്ലും, നീ വന്നില്ലെങ്കിൽ നീ ഞങ്ങളെ കൊന്നില്ലെങ്കിൽ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ രാജാവ് കൊല്ലും, അപ്പോൾ ഏതായാലും മരണം ഉറപ്പാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്, പൊന്നു സാറേ ഇറങ്ങി വരണമെന്ന് പറഞ്ഞ് ഇവർ കരഞ്ഞപ്പോൾ ഏലിയ ഇറങ്ങിച്ചെന്നു. എന്നിട്ട് അദ്ദേഹം രാജാവിൻ്റെ അടുത്തേക്ക് ചെന്ന് ഈ ദൂതന്മാർ വഴി പറഞ്ഞു വിട്ട വിവരം രാജാവിനോട് നേരിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ ഇത്രയായപ്പോൾ ദൈവം തന്നെ വിചാരിച്ച് കാണും, ഇനി ഇവനെ ഭൂമിയിൽ നിർത്തിയാൽ ഭൂമിയിലെ ജനസംഖ്യ കുറയാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഉടനെ തീ ഇറങ്ങട്ടെ എന്ന് പറയുകയാണ്. മനസ്സിലായില്ലേ? അതായത് ഈ കാർമൽ മലയിൽ വെച്ച് ബാലിൻ്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ വെച്ച് ഈ അത്ഭുതം പ്രവർത്തിച്ച് ഒരു തഴക്കമായി. ഇപ്പോൾ തീ ഇറങ്ങാൻ പറഞ്ഞാൽ ഇപ്പോൾ തീ ഇറങ്ങി, ചന്തയിൽ പോയിട്ട് ആരെങ്കിലും സാധനം വില കുറച്ച് തന്നില്ലെങ്കിൽ അപ്പോൾ തീ ഇറങ്ങാൻ പറഞ്ഞാൽ പ്രശ്നമാവുമെന്ന്. അപ്പം ഞാനങ്ങനെ വിചാരിക്കുകയാണ്, ചിലപ്പോൾ ദൈവത്തിന് തന്നെ തോന്നിക്കാണ്, ഇനി ഇവനെ അധികകാലം ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ തീ ഇറക്കി സകലരെയും കൊല്ലാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവം ഏലിയായിക്ക് ഒരു സന്ദേശം കൊടുക്കുകയാണ്, നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കാൻ പോവാണ്. അതാണ് 2-ാം അധ്യായത്തിൽ ഏലിയായ ദൈവം കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്. വായിക്കാം നമുക്ക്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചേ. കർത്താവ് ഏലിയായെ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ ഏലിയായും എലീശായും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു. ഏലിയ എലീശായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ബഥേൽ വരെ അയച്ചിരിക്കുന്നു. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഏലീശായ്ക്ക് അവസാന നാളുകളായെന്ന് എങ്ങനെയോ ഒരു സൂചന കിട്ടി. അപ്പോൾ ഏലീശായ്ക്ക് നല്ല ആഗ്രഹമുണ്ട്. നമ്മൾ അവസാനിപ്പിച്ചത്, ഏലീശായെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ച വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, അന്ന് മുതൽ അവൻ ഏലിയായുടെ കൂടെ നടന്ന് അവൻ്റെ ശുശ്രൂഷകനായെന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തിയത്. അപ്പോൾ അന്ന് മുതൽ ഏലിയായുടെ കൂടെ നിഴല് പോലെ നടക്കുന്ന ഏലീശായ്ക്ക് എപ്പോഴും നിരന്തരമായൊരാഗ്രഹമുണ്ട്, എനിക്ക് ഏലിയായേക്കാൾ വലിയ അഭിഷേകം ഉണ്ടാവണം. ഈ ആഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എനിക്ക് കർത്താവേ നല്ല അഭിഷേകം വേണം. അതിനുവേണ്ടിയുള്ള വളരെ പ്രകടമായ ഒരാഗ്രഹം എലീശായുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇവർ 2 പേരും കൂടി ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു. ഗിൽഗാൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇസ്രായേലിൻ്റെ യാത്രയുടെ ചരിത്രം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ ഗിൽഗാലിൽ വെച്ച് ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഗിൽഗാലിൽ വെച്ച് നടന്നത്, ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യത്തെ തലമുറ മരുഭൂമിയിൽ വെച്ച് മരിച്ചു വീണതിന് ശേഷം, ഗിൽഗാൽ എന്ന് പറഞ്ഞാൽ കാനാൻ ദേശത്തിൻ്റെ ബോർഡറാണ്. കാനാനിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള സ്ഥലമാണ് ഗിൽഗാൽ. ആ ഗിൽഗാലിൽ വെച്ച് ജോഷുവായോട് ദൈവം പറയും, ബാക്കിയുള്ള മുഴുവൻ പുരുഷന്മാരെയും, പരിച്ഛേദനം ചെയ്യാത്ത മുഴുവൻ പുരുഷന്മാരെയും പരിച്ഛേദനം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ജനം വീണ്ടും അടുത്ത തലമുറയിലെ ജനം മുഴുവൻ പരിച്ഛേദനം ചെയ്യുന്ന സ്ഥലമാണ് ഗിൽഗാൽ. ശരിക്കും ഇത് ബോർഡറാണ്, അതിർത്തിയാണ്. അപ്പോൾ നിങ്ങളിതൊരു ജിയോഗ്രഫിക്കൽ മൂവ്മെൻ്റാണിത്. ശരിക്കും ഇത് നമ്മൾ ഈ ഏലിയ പോയ റൂട്ട് മാപ്പ് വരച്ചാൽ, ഏലിയ പോയത് എങ്ങനെയാണെന്നറിയാമോ? നേരെ ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, കുരിശാകൃതിയിലാണ് ഈ നടപ്പ് എന്ന് പറഞ്ഞാൽ. ചുമ്മാ ഒരു ലക്ഷ്യമില്ലാത്ത തെക്കും വടക്കം നടക്കുകയാണ്. അതെന്തിനാന്ന് ഞാൻ പറയാം. ഈ ഏലിയ ഒരു ലക്ഷ്യമില്ല നടക്കുകയാണ്. അത് ഒരു സ്ഥലത്ത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിന് പോയതല്ല, മറിച്ച് തിരുവനന്തപുരത്ത് നിന്ന് നേരെ കാസർഗോഡിന് പോയി തിരിച്ച് കായംകുളത്ത് വന്നിട്ട് കന്യാകുമാരി വന്നിട്ട് വീണ്ടും അങ്ങ് ആലപ്പുഴ പോയിട്ട് ഇങ്ങനെയാണ് പോരുന്നത്. ഒരു ലക്ഷ്യമില്ലാതെ പോക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്.
അപ്പോൾ ഒരു കാര്യം അതാണ്, ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു. ഇനി അടുത്ത സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ ഏലിയ എലീശായോട് പറയുന്നത് എങ്ങനെയാണ്? കർത്താവ് എന്നെ ബഥേൽ വരെ അയച്ചിരിക്കുന്നു, ദയവായി ഇവിടെ നിൽക്കുക. നിങ്ങൾ ഇത്രയും നേരം ഏലിയയെക്കുറിച്ച് ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സെൻറ്റൻസ് ഏലിയയുടെ വായിന്ന് വരില്ല. ഇങ്ങനെ ഒരു പ്ലീസ് എന്ന് പറഞ്ഞ ഏലിയ എന്ന് പറയില്ല. അങ്ങനെയൊന്നും പറയുന്ന ആളല്ല. നിങ്ങൾ തൊട്ട് മുമ്പത്തെ അദ്ദേഹത്തെ എന്താ കണ്ടേ? മനസ്സിലായില്ലേ? അതായത് കൊട്ടാരത്തിലേക്ക് വരാൻ രാജാവ് വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തീപ്പെട്ടി എവിടെ എന്ന് ചോദിച്ച ആളാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല ഏലിയ. ഏലിയയെ സംബന്ധിച്ചിടത്തോളം ഏലിയ ഈ പ്ലീസ്, ദയവായി, കൈൻഡ്ലി, വിൽ യു പ്ലീസ് ഇതൊന്നും പറയുന്ന ആളല്ല ഏലിയ. ഏലിയ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ്, കട്ട് ആൻഡ് റൈറ്റ് സംസാരമുള്ള ആളാണ്. പക്ഷേ ഇവിടുത്തെ ലാംഗ്വേജ് ശ്രദ്ധിച്ചേ, ഈ ഭാഷ വളരെ പ്ലസൻ്റാണ്, പൊളൈറ്റാണ്, ഭയങ്കരമായ ഭവ്യതയോടെയാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു അഭിനയമാണ്. എന്ന് പറഞ്ഞാൽ ഏലീഷ വർത്തിയാണോ എന്ന്, യോഗ്യനാണോ എന്ന് ഏലിയ ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇത് ശരിക്കും ഒരു ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏലിയ വളരെ ഷാർപ്പായിട്ട് പറയുകയാണ്, എലീഷ ഇനി ഒരടി എൻ്റെ കൂടെ നീ വരരുത്, ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞാൽ എലീഷ അനുസരിക്കില്ലേ? പറ, അനുസരിക്കും. അപ്പോൾ ഇവനെക്കൊണ്ട് ഇത് ചെയ്യിക്കുകയും വേണം, എന്നാൽ ഇവന് ആഗ്രഹമില്ലെങ്കിൽ ഇവൻ ചെയ്യാൻ പാടില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഏലിയ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഏലിയയ്ക്ക് ആഗ്രഹമുണ്ട് എന്ത്? ഏലീഷ എൻ്റെ കൂടെ വരണം, എന്നിട്ട് ഏലീഷ അനോയിൻറ്റഡ് ആവണം. പക്ഷേ അത് എൻ്റെ നിർബന്ധത്തെ പ്രതി ആകരുത്. ഞാൻ വലിച്ചിഴച്ചും നിർബന്ധിച്ചും ഇവനെ ഒരഭിഷേകത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. മറിച്ച് ഇവൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവൻ അഭിഷേകം കിട്ടണം. മനസ്സിലായി? ഈ ആറ്റിറ്റ്യൂഡിലാണ് ഇനി ഏലിയ സംസാരിക്കുന്നത് മുഴുവൻ. അപ്പോൾ പതുക്കെ പറയുകയാണ്, പ്ലീസ് മോനെ നീ ഇവിടെ നിൽക്ക്, ഞാൻ കർത്താവ് എന്നോട് പറഞ്ഞിരിക്കണം ബഥേൽ വരെ പോകണം, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. കർത്താവ് എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു, ദയവായി നീ ഇവിടെ നിൽക്കുക. തൊട്ട് മുമ്പ് നിങ്ങൾ 1-2 അധ്യായങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. 17-ാം അധ്യായത്തിൽ ദൂതനെ അവൻ ബർഷേബായിൽ വെച്ച് വിട്ടുപിരിഞ്ഞു. മിക്കവാറും അത് എലീഷ ആയിരിക്കും. വൃത്തിനെ വിട്ടുപിരിഞ്ഞു നമ്മൾ വായിക്കുന്നുണ്ട് 17-ൽ. ബർഷേബായിൽ എത്തിയപ്പോൾ വൃത്തിനെ, മിക്കവാറും അത് എലീഷ ആയിരിക്കും. അപ്പോൾ അങ്ങോട്ട് പോയ വഴിക്ക് എലീഷയോട് പറഞ്ഞു, ഇനി ഞാൻ തന്നെ പോകണം, നീ വരണ്ട എന്ന് പറഞ്ഞാൽ ഏലിയാണ് പറയുന്നത്. പറഞ്ഞനുസരിച്ചില്ല എന്നാ പറ്റും? ഇപ്പം തീ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ആരും അനുസരണക്കേട് കാണിക്കാൻ നിൽക്കില്ല. അപ്പോൾ ഏലിയ ലാംഗ്വേജ് ശ്രദ്ധിച്ചോണം, ദയവായി. ഇനി വായിച്ചേ, ഏലിയ എലീഷയോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ബഥേൽ വരെ അയച്ചിരിക്കുന്നു. എന്നാൽ ഏലീഷ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. ഏലിയ ഇനി എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പോൾ ഏലിയ ഇത് ആഗ്രഹിച്ചിരുന്നല്ലേ? അല്ലെ ഏലിയയ്ക്ക് ഒട്ടും ഏലീഷ വരരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഏലിയ പറയില്ല, ഇല്ല അങ്ങനെയല്ല, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കണം, നീ വരാൻ പാടില്ല, ഞാൻ തന്നെ പോകേണ്ട യാത്രയാണിത് എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏലിയ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ കൂടെ നടന്ന, എന്നെ ശുശ്രൂഷിച്ച, ഈ 2 അധ്യായം കഴിയുമ്പോൾ നമ്മൾ വായിക്കും, ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്ന ഏലീഷ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചോറൊക്കെ കഴിക്കാൻ, അല്ലെ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ശുശ്രൂഷകനാണ്. അപ്പോൾ കൂടെ നടന്ന ഈ വ്യക്തിക്ക് അഭിഷേകം കിട്ടണമെന്ന് ഏലിയ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഏലിയ ഈ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. വായിച്ചേ, അങ്ങനെ അവർ ബഥേലിലേക്ക് പോയി. ബഥേലിലുണ്ടായിരുന്ന പ്രവാചക ഗണം ഏലീഷായോട് പറഞ്ഞു, കർത്താവ് നിന്റെ യജമാനനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, ഉവ്വ്. അവൻ എന്താ പറഞ്ഞേ? അയ്യോ എനിക്കറിയത്തില്ലായിരുന്നു, പറഞ്ഞതിന് നന്ദി എന്നാണോ? ഇവൻ എന്താ പറഞ്ഞേ? ഉവ്വ്, എനിക്കറിയാം, മിണ്ടാതിരി. അപ്പോൾ കണ്ടോ, ഇത് കരുതിക്കൂട്ടിയുള്ള പരിപാടിയാണ്. ഞാൻ വിട്ടു മാറില്ല എന്ന് എലീഷ പറയുന്നത് വളരെ പ്ലാൻഡാണ്. ഞാൻ മാറില്ല, അങ്ങ് എന്ത് പറഞ്ഞാലും കർത്താവിനെ അങ്ങേ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ വിട്ടു മാറില്ല, എനിക്ക് അഭിഷേകം വേണം. കണ്ടോ, ഈ ഇൻറ്റൻസിറ്റി ഓഫ് ഡിസയർ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഈ തീവ്രമായ ആഗ്രഹം ഉണ്ടോ നമുക്ക്? നിങ്ങളുടെ അവസ്ഥ എന്തോ ആവട്ടെ, നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവ് എനിക്ക് അടുത്ത ഒരു തലത്തിലേക്ക് വളരണം, എനിക്ക് ദൈവരാജ്യത്തിൻ്റെ ഒരു ശക്തനായ ശുശ്രൂഷകനായിട്ട് മാറണം എന്ന അടുത്ത തലത്തിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇവിടെ ഏലീഷ അത് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പ്രവാചക ഗണം ഏലീഷായോട് പറഞ്ഞു, ബഥേലിലുണ്ടായിരുന്ന പ്രവാചക ഗണം ഏലീഷായോട് പറഞ്ഞു, കർത്താവ് നിന്റെ യജമാനനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, ഉവ്വ്, എനിക്കറിയാം, നിശബ്ദരായിരിക്കുവിൻ. 4-ാമത്തെ വാക്യം വായിച്ചേ. ഏലിയ ഏലീഷായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക,
കർത്താവ് എന്നെ ജെറീക്കോയിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പ്രതിവചിച്ചു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ അവർ ജെറീക്കോയിലെത്തി. ജെറീക്കോ വായിച്ചോ. ജെറീക്കോയിലുണ്ടായിരുന്ന പ്രവാചക ഗണം ഏലീഷായോട് പറഞ്ഞു, കർത്താവ് നിന്റെ യജമാനനെ ഇന്ന് നിന്നിൽ നിന്നെടുക്കുമെന്ന് നിനക്കറിയാമോ? വായിച്ചേ. അവൻ പറഞ്ഞു, ഉവ്വ്, എനിക്കറിയാം, നിശബ്ദരായിരിക്കുവിൻ. അനന്തരം ഏലീഷായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ ഇരുവരും യാത്ര തുടർന്നു. അവരിരുവരും ജോർദാന് സമീപം എത്തിയപ്പോൾ പ്രവാചക ഗണത്തിൽപ്പെട്ട 50 പേർ അല്പം അകലെ വന്നു നിന്നു. ഏലിയാ മേലങ്കയെടുത്ത് ചുരുട്ടി വെള്ളത്തിലടിച്ചു. വെള്ളം ഇരുവശത്തേക്ക് മാറി. ഇരുവരും ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കടന്നു. മറുകര എത്തിയപ്പോൾ ഏലിയാ ഏലീഷായോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഏലീഷ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞു, ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത്. എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും, കണ്ടില്ലെങ്കിൽ ലഭിക്കില്ല. അവർ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ അതാ ഒരു ആഗ്നേയരഥവും ആഗ്നേയാശ്വങ്ങളും അവരെ വേർപെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. ഏലീഷ അത് കണ്ട് നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും. പിന്നെ അവൻ ഏലിയായെ കണ്ടില്ല. അവൻ വസ്ത്രം കയറി. ഇനി എന്നെ ശ്രദ്ധിക്കുക, എന്താണ് ഈ ഘട്ടം? ആദ്യം അവർ വരുന്നത് എവിടെ നിന്നാണ്? ആ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വേണം. അതാണ് ഈ കൃപയുടെ ഘട്ടങ്ങൾ ഞാൻ പറയാൻ പോവാണ്. ആദ്യം അവർ വരുന്നത് എവിടെ നിന്നാണ്? ഗിൽഗാലിൽ നിന്നാണ്. ഗിൽഗാലിൽ നിന്ന് അവരെങ്ങോട്ടാണ് പോകുന്നത്? ബഥേലിലേക്കാണ്. ബഥേലിൽ നിന്ന് അവരെങ്ങോട്ടാണ് പോയത്? ജെറീക്കോയിലേക്കാണ്. ജെറീക്കോയിൽ നിന്ന് എവിടേക്ക് പോയി? ജോർദാനിലേക്ക് പോയി. അപ്പോൾ ഈ 4 സ്ഥലങ്ങൾ, 1 ഗിൽഗാൽ, 2 ബഥേൽ, 3 ജെറീക്കോ, 4 ജോർദാൻ. ഗിൽഗാൽ എന്ന് പറഞ്ഞാൽ ബോർഡറാണ്. കാനാൻ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത നാട്ടിലേക്ക് കയറുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് കൃപയുടെ ആരംഭകാലമാണത്. കൃപയുടെ അഭിഷേകത്തിൻ്റെ പരിശുദ്ധാത്മ നിറവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഗിൽഗാൽ. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ എലീഷ ആഗ്രഹിക്കുകയാണ്, എനിക്ക് ബഥേലിലെത്തണം, അടുത്ത ഘട്ടത്തിലേക്ക് എത്തണം. അതാണ് ബഥേൽ. അപ്പോൾ ഏലിയ പറയുകയാണ്, ദയവായിട്ട് ഇവിടെ നിൽക്ക്, ഇത്ര മതി, എന്തായാലും ഇത്ര ആയില്ലേ നിനക്ക്, ഇത് മതി. പക്ഷേ ഏലീഷ എന്താ പറയുന്നത്? ഇല്ല, എനിക്കത് പോരാ, എനിക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എത്തണം, എനിക്ക് ആത്മാവിൻ്റെ നിറവിൻ്റെ അടുത്ത ഒരു തലത്തിലേക്ക് ഉയരണം. അപ്പോൾ അവരെത്തുന്ന രണ്ടാമത്തെ സ്ഥലം ബഥേൽ. ബഥേൽ എന്താണ്? ബഥേൽ എന്ന് പറഞ്ഞാൽ ഇത് ഒരു അലഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ നടത്തുന്നത്. അപ്പോൾ ബഥേൽ എന്ന് പറഞ്ഞാൽ, ബഥേൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആരുടെയെങ്കിലും ജീവിതവുമായി ബന്ധപ്പെട്ട് ബഥേൽ ഓർമ്മയുണ്ടോ? യാക്കോബിന് ദൈവാനുഭവം ഉണ്ടായ സ്ഥലമാണ് ബഥേൽ. കല്ല് തലയണയാക്കി വെച്ച് കിടന്നുറങ്ങിയ ആ സ്ഥലമാണ്. അപ്പോൾ ഈ ബഥേൽ ആ അനുഭവം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു തലത്തിൽ നിന്ന് നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു രണ്ടാമത്തെ തലത്തിലേക്ക്, ഒരു ദൈവാനുഭവത്തിൻ്റെ രണ്ടാമത്തെ തലത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് അനുഭവങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങും. പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരനുഭവം കിട്ടിയതുപോലെ തോന്നും. ഇപ്പോൾ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു കൃപ കിട്ടിയ പോലെ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു അഭിഷേകം ഉണ്ടായി, ഒരു അനുഭവം ഉണ്ടായി. ഇങ്ങനെ പല തലത്തിൽ നമുക്കിതിനെ കാണാൻ പറ്റും. ബഥേൽ എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തെ നമ്മൾ കുറച്ചുകൂടെ പരിചയപ്പെട്ട് തുടങ്ങി, കുറച്ചുകൂടി ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായി തുടങ്ങി, കുറച്ചുകൂടി ദൈവം ഇടപെടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ തുടങ്ങി. നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഒരു ഉണർവ് വരാൻ തുടങ്ങി, കുറച്ചൊരു ദാഹം വരാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം കുമ്പസാരിക്കാൻ കുറച്ചുകൂടെ ഒരു ആഗ്രഹം വരാൻ തുടങ്ങി, കുർബാനയിൽ കുറച്ചുകൂടെ ഭക്തി വന്നു തുടങ്ങി. അപ്പോൾ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് ബഥേൽ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് നിൽക്കാം. ഏലിയ പറയാതെ പറയുകയാണ്, നീ ഇവിടെ വേണം നിന്നു ഏലീഷ, നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, ഇവിടെ നിന്ന് നിനക്ക് ശിഷ്ടകാലം അങ്ങനെ തന്നെ ജീവിക്കാം. പക്ഷേ ഏലീഷ പറയുകയാണ്, പോരാ. ഏലിയായോട് പറയുകയാണ്, പ്രഭോ, എനിക്ക് അങ്ങയോട് കൂടെ കർത്താവിനെയും അങ്ങയെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല, എനിക്ക് അങ്ങയുടെ കൂടെ അടുത്ത സ്ഥലത്തേക്ക് വരാം. അടുത്ത സ്ഥലം ഏതാണ്? ജെറീക്കോയാണ്. എന്താണ് ജെറീക്കോ? ജെറീക്കോ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്. എന്താണ്? പഴയ നിയമത്തിൽ ജെറീക്കോ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തി കൊണ്ട് അത്ഭുതങ്ങൾ നടന്ന സ്ഥലമാണ്. കോട്ട ഇടിഞ്ഞു വീണ സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വളരും. അത് അടുത്ത ഘട്ടമാണ്. അടുത്തൊരു ലെവൽ എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ
അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. അപ്പം നമുക്കും അത്ഭുതം നടക്കും, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പ്രാർത്ഥന കൊണ്ടും വിശ്വാസം കൊണ്ടും അത്ഭുതങ്ങൾ നടക്കുന്നത്, മഹാത്ഭുതങ്ങൾ നടക്കുന്നത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ജെറിക്കോ. കോട്ട ഇടിഞ്ഞു വീണ സംഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ? 13 തവണ കോട്ടയ്ക്ക് ചുറ്റും പ്രാർത്ഥിച്ച് വലം വെച്ച് ഒടുവിൽ അട്ടഹസിക്കുമ്പോൾ ഒരിക്കലും ഒരു ആയുധത്തിനും തകർത്തെറിയാൻ പറ്റാത്ത ഒരു വലിയ മഹാപർവ്വതം പോലെ നിന്ന ജെറിക്കോ കോട്ട ഇടിഞ്ഞു വീണതിൻ്റെ ആ സ്ഥലമാണ്, ആ സ്ഥലം അതാണ് ജെറിക്കോ. അപ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ നടക്കും. അപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ നിങ്ങൾ തന്നെ പറയും, ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു, അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. അപ്പോൾ വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല. വേണമെങ്കിൽ നമുക്ക് അവിടെയും നിൽക്കാം. പക്ഷേ എലീശ പറയുകയാണ്, ഞാൻ അവിടെ നിൽക്കില്ല. പ്രഭോ, കർത്താവിനെയും അങ്ങേ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, എനിക്ക് അടുത്ത തലത്തിലേക്ക് പോകണം. അടുത്ത എന്താണ്? അത് നമ്മൾ അല്പം വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ജോർദാൻ. ജോർദാൻ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ പറഞ്ഞാൽ കാനാൻ ദേശത്തേക്ക് അവർ കടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നദിയാണ് ജോർദാൻ. ആ നദി എന്ന് പറയുന്നത് പുരോഹിതന്മാർ വാഗ്ദത്ത പേടകവും എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ജോർദാൻ രണ്ടായിട്ട് മുറിഞ്ഞു മാറി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജോർദാൻ ഈശോ മാമോദീസ മുങ്ങിയ നദിയാണ്. ജോർദാൻ നദിയുടെ മറ്റൊരു പേര് മരണനദി എന്നാണ്. മരണനദി. ഈശോയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ അവിടെ ഒരു മരണം നടന്നു ഈശോയുടെ മാമോദീസ സമയത്ത്. അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ രൂപം സ്വീകരിച്ച് പാപികൾ സ്വീകരിച്ചിരുന്ന സ്നാനമാണത്. യഹൂദമതത്തിലെ പരസ്യ പാപികൾ തങ്ങൾ പാപം ചെയ്തവരാണെന്നും പാപം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നും ഏറ്റുപറഞ്ഞുകൊണ്ട് സ്വീകരിച്ചിരുന്ന ജ്ഞാനസ്നാനമാണ് യോഹന്നാൻ നൽകിയിരുന്ന ജ്ഞാനസ്നാനം. അപ്പോൾ ആ ജ്ഞാനസ്നാനം സ്വീകരിക്കാനായിട്ട് ഈശോ വരുമ്പോൾ കർത്താവ് ഈശോ മിശിഹാ പറയുകയാണ്, ഞാനൊരു പാപിയാണ്. ദൈവമായിരുന്നവൻ പറയുകയാണ്, ഞാനൊരു പാപിയാണ്, ഞാൻ പാപികളുടെ കൂടെ എണ്ണപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ദൈവത്വത്തിന് മരിക്കുകയാണ്. അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഒരു മരണം, തൻ്റെ അകത്തിന് ഒരു മരണം ഈശോ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആ മരണ നദിയാണ് ജോർദാൻ. അതായത് നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുന്നത് നമ്മളോട് തന്നെ മരിക്കാൻ തയ്യാറാവുന്ന സന്ദർഭമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മരണം ഏറ്റെടുക്കുന്ന തലമാണ് ഏറ്റവും ഉയർന്ന തലം. ഇത് ശരിക്കും നമ്മൾ ഒത്തിരി ആഴമായിട്ട് മനസ്സിലാക്കണ്ട. ഞാൻ പിന്നീട് എപ്പോഴും സമയമുണ്ടെങ്കിൽ പിന്നീട് പറയാം. ഒരുപാട് ആഴമായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണിത്. നമ്മളൊരു മരണം ഏറ്റെടുക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കുമ്പോഴും ഇപ്പോൾ ഈ ഫാൻ വർക്ക് ചെയ്തിൽ വേണേൽ ചൂടാവാം. അത്ഭുതങ്ങളും അടയാളമൊക്കെ പ്രവർത്തിക്കുന്ന സമയത്തും നമുക്ക് ഈ ഫാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും വേണേൽ ദേഷ്യപ്പെടാം. വേണേൽ ഇത് ഇവിടം കൊണ്ട് നിർത്തിയിട്ട് പോവാം, എനിക്കൊരു അഭിഷേകം വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് വേണേൽ പോവാം. ഫാനൊന്നും ഇല്ലാതെ ഞാൻ അത്ഭുതം പ്രവർത്തിക്കുന്നില്ലെന്ന് പറയാം. മനസ്സിലായോ? ഒരുപാട് പേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അപകടം ഇതാണ്. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിക്കും, പക്ഷേ മരിക്കാൻ തയ്യാറല്ല. മരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഈ സെൽഫ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട വലിയൊരു മേഖലയാണ് പ്രൈഡ്. നമുക്ക് പ്രൈഡുണ്ടോ? നമുക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും പ്രൈഡുണ്ടെന്നാണ് നമ്മുടെ വിചാരം. എനിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അഹങ്കാരമുണ്ട്. നമുക്ക് അഹങ്കാരം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ 2-3 ടെസ്റ്റ് ചെയ്യാൻ പറയട്ടെ. ഒന്ന്, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നവരാണെങ്കിൽ നമ്മൾ നല്ല പ്രൈഡുള്ള ആളുകളാണെന്നാണ് ഒരർത്ഥം. 2, നമ്മൾ പെട്ടെന്ന് ഒഫൻഡഡ് ആവുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഭയങ്കര അഹങ്കാരികളാണെന്ന് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം മതി, പെട്ടെന്ന് നമുക്ക് മുറിവേൽക്കും. പ്രൈഡിൻ്റെ ലക്ഷണമാണത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്നോട് പറഞ്ഞില്ല, എന്നെ അറിയിച്ചില്ല, എന്നോട് കൺസൾട്ട് ചെയ്തില്ല. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടായിരിക്കും ചില കാര്യം ചെയ്യേണ്ടത്. അതല്ല ഞാൻ പറയുന്നത്. അതല്ല, അവർ എന്നെ കൂട്ടിയില്ല, എന്നോട് പറഞ്ഞില്ല, എന്നോട് കൺസൾട്ട് ചെയ്തില്ല. ഇതെല്ലാം പ്രൈഡിൻ്റെ ലക്ഷണമാണ്. വേറൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ആരുടെ കുറ്റം നമ്മൾ പറഞ്ഞാലും ഓർത്തോണം, ആ കുറ്റം പറയുന്നത് അതിൻ്റെ പിന്നിൽ മറഞ്ഞു കിടക്കുന്നത് അഹങ്കാരമാണ്. നമ്മൾ ഈ കുറ്റം പറയുമ്പോൾ എന്താ, ഞാനിപ്പോൾ ബ്രദറിൻ്റെ കുറ്റം പറഞ്ഞാൽ, അപ്പം ഞാൻ നിൻ്റെ കുറ്റം പറഞ്ഞാൽ, ഞാൻ നിൻ്റെ കുറ്റം പറയുമ്പോൾ നിന്നെ ഞാൻ കറക്റ്റ് ചെയ്യുന്നല്ലേ ഞാൻ പറയുന്നത്,
നിന്നെ വിളിച്ച് ഞാൻ നിന്നോട് കറക്ഷൻ പറയുന്ന കാര്യമല്ല, മറിച്ച് ഞാൻ വേണമെന്ന് എനിക്ക് ഇങ്ങനെ ശരിയില്ല അവൻ ഇത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിന്നെക്കാളും ഭേദമാണെന്ന് അറിയാതെ ഞാൻ സ്ഥാപിക്കുകയാണ്. ഞാൻ നിന്നെക്കാളും ഭേദമാണ്. നമ്മൾ പ്രത്യേകിച്ച് വേറൊരു കാര്യം കൊണ്ട് ശ്രദ്ധിച്ചോണം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു മേഖലയിൽ ആരെങ്കിലും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ തിന്മ വേരോടെ നമ്മളിൽ ഉണ്ടായിരിക്കുമെന്നാണ് അതിൻ്റെ മറ്റൊരു നിരീക്ഷണം. നമ്മൾ മറ്റുള്ളവരിൽ വേഗം കണ്ടുപിടിക്കുന്ന കുറ്റം ഏതാണോ അത് നമ്മളിൽ ഉണ്ടായിരിക്കും. നമ്മളൊരു ഡിഫൻസ് കണ്ടുപിടിക്കുകയാണ്, നമ്മളെ തന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം കൊണ്ട് ന്യായീകരിക്കുകയാണ്, നമ്മൾ ഈ ചെയ്യുന്ന തെറ്റിനെ നമ്മൾ സാധൂകരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ മറ്റൊരാളിൽ കണ്ടുപിടിക്കുന്ന കുറ്റം നമ്മളിൽ ഉണ്ടായിരിക്കും. അത് ഡീപ്പ് ലെവലിൽ നമ്മളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രൈഡിന്, അഹങ്കാരത്തിന് മരിക്കാനാണ് നമ്മൾ എത്ര അഭിഷേകത്തിൽ വളരുമ്പോഴും ഏറ്റവും ബുദ്ധിമുട്ടുള്ള മേഖല ഈ ജോർദാൻ കടക്കലാണ്. ഏറ്റവും പ്രയാസമുള്ളത് ഈ ജോർദാനിലേക്ക് ഇറങ്ങലാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ദിവസം ഒരാൾ എടുത്തു മാറ്റിയാൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? അത് വളരെ പ്രധാനപ്പെട്ട പറയാനിപ്പോൾ മൈക്കിലൂടെ പറയാൻ വളരെ എളുപ്പമാണ്, വളരെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഡിഫിക്കൽട്ടാണത്. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ, നമ്മളെ പെട്ടെന്നൊന്ന് മാറ്റി നിർത്തിയാൽ ഭയങ്കര പാടാണത്. അത് ശരിക്കും മരിച്ച ഒരാൾക്കേ അത് ഏറ്റെടുക്കാൻ പറ്റൂ. നമ്മൾ പൗലോസ് പറയുന്നുണ്ട്, തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവർ എന്ന് പറയുന്നുണ്ട്. നമ്മളെക്കുറിച്ച് പറയുന്നതാണ് പൗലോസ്. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവർ പെട്ടെന്ന് ഒഫൻഡഡ് ആവും. അവരെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് കിട്ടുന്നതാണ് അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത്. പെട്ടെന്ന് ഒഫൻഡഡ് ആവും, വേഗം മുറിവേൽക്കും, താഴാൻ ഒട്ടും പറ്റില്ല. ചെറിയ നിസ്സാര കാര്യം ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ പറ്റില്ല. അത് നമ്മളെ എന്തോ തരം താഴ്ത്തിയെന്ന് വിചാരിക്കും. ഇതെല്ലാം ഈ അഹങ്കാരത്തിന് നമ്മൾ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വലിയ മേഖലയാണത്, അഹങ്കാരം. ഈ മാലാഖ പിശാചായത് എന്ത് പാപം ചെയ്തിട്ടാണ്? മാലാഖ എടുത്തേ, യെശയ്യ 12, യെശയ്യ 14 നോക്കട്ടെ. യെശയ്യ 14 എടുത്ത്, യെശയ്യ 14:12 മുതൽ, യെശയ്യ 14:12 മുതൽ മാലാഖ അധപ്പതിച്ച് പിശാചായതിനെക്കുറിച്ചുള്ള ഒരു ഭാഗമാണത്. യെശയ്യ 14:12 മുതൽ. ഉഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്നും വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും, ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെയാകും. എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധകർത്തങ്ങളിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. 5 തവണ ഇവിടെ ഒരു വാക്ക് ആവർത്തിക്കുന്നുണ്ട്. എന്താ അത്? ഞാൻ അല്ലേ? ഞാൻ 5 തവണ ആവർത്തിക്കുന്നുണ്ട്. വായിച്ചേ. ഉഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ അങ്ങനെ ആകാശത്ത് നിന്നും വീണു, ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും, ഉത്തരദിക്കിലെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിന് മുകളിൽ ഞാൻ ഇരിക്കും, ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെയാവും. അപ്പോൾ ഇതാണ് ഈ ഞാൻ. അപ്പോൾ അത് നമ്മളെ തള്ളി താഴെയിടും. മറ്റൊരു വചനം നമുക്ക് വായിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ ആത്മാവ് ഈ തിന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇത് വളരെ പ്രയാസമാണ്. കൊച്ചുറേസ്യ മരിക്കുന്നതിന് തൊട്ട് മുമ്പും പറഞ്ഞ കാര്യം ഇതാണ്, നോക്കുക ഞാൻ എത്ര അഹങ്കാരിയാണ്. അതായത് മറ്റൊരാൾ നമ്മളെ എന്തെങ്കിലും കുറ്റപ്പെടുത്തിയോ വിമർശിച്ചോ ഒക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഭയങ്കര വിഷമമായി, നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു അപവാദമോ ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് തീർന്നു, അതോടുകൂടി നിങ്ങൾ തീർന്നു. എന്തിൻ്റെ ലക്ഷണമാണ്? അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. ഭയങ്കരമായ പ്രൈഡ് ഉള്ളതിൻ്റെ ലക്ഷണമാണത്. നമുക്ക് ആര് എന്ത് പറഞ്ഞാലും നമുക്ക് എന്നാണ് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ എളിമയുടെ അവസ്ഥയാണ്. അത് താഴ്മയാണ്. അപ്പം നമ്മളൊരു വലിയ സംഭവം അല്ലാന്ന് ജീവിതം കൊണ്ട് പതുക്കെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കും. ഓക്കെ, എടുത്ത് ഈ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ
10-ാമത്തെ അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങൾ ഉച്ചത്തി വായിക്കണം. പ്രഭാഷകൻ 10-ാം അധ്യായം 7 മുതൽ ഉറക്കെ വായിച്ചേ. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. നിസാര രോഗമെന്ന് ഭിഷഗ്വരൻ പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോടൊട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകളയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കി വിനീതരെ ഉയർത്തുന്നു. ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ അത്? അഹങ്കാരം തുടങ്ങുമ്പോൾ തന്നെ കർത്താവിൽ നിന്ന് അകലുന്നു. വാക്യം 12. ഹൃദയം അവൻ്റെ സ്രഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോടൊട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കും. നമുക്ക് 2-3 രാജാക്കന്മാരുടെ ചരിത്രം പെട്ടെന്നൊന്ന് വായിക്കാം. ഈ മക്കവായരുടെ പുസ്തകം എടുക്കുക. മക്കവായരുടെ പുസ്തകത്തിൽ അന്തിയോക്കസ് എപ്പിഫാനസ് എന്നു പേരുള്ള രാജാവ് എടുത്ത് 9-ാമത്തെ അധ്യായം, 2 മക്കവായർ 9-ാം അധ്യായം പെട്ടെന്ന് എടുത്ത് വായിക്കണം. 2 മക്കവായർ 9-ാമത്തെ അധ്യായം, 2 മക്കവായർ 9-ാം അധ്യായം. ഈ അന്തിയോക്കസ് എപ്പിഫാനസിൻ്റെ കാര്യം പറയുകയാണ്. 4-ാമത്തെ വാക്യം മുതൽ വായിക്കാമോ? കോപാക്രാന്തനായി അവൻ തന്നെ തുരത്തിയവരോടുള്ള പക യഹൂദരോട് വീട്ടാൻ തീരുമാനിച്ചു. ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് വരെ രഥം നിർത്താതെ ഓടിക്കാൻ സാരഥിക്ക് കൽപ്പന നൽകി. ദൈവത്തിൻ്റെ വിധി അവനെ അനുയാത്ര ചെയ്തിരുന്നു. എന്തെന്നാൽ ജെറുസലേമിലെത്തുമ്പോൾ അത് യഹൂദരുടെ ശ്മശാനമാക്കുമെന്ന് അവൻ ഗർവോടെ പറഞ്ഞു. എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവവും സർവദർശിയുമായ കർത്താവ് അദൃശ്യവും ദുഷ്മവുമായ രോഗത്താൽ അവനെ പ്രഹരിച്ചു. പറഞ്ഞു തീർന്ന ഉടനെ നിശിതവും അപരിഹാര്യവുമായ ഉദരവേദന അവനെ പിടികൂടി. വളരെ പേരുടെ ഉദരങ്ങൾക്ക് കിരാതമായ പീഡനമേൽപ്പിച്ച അന്തിയോക്കസിന് ഇത് സംഭവിച്ചത് തികച്ചും യുക്തമാണ്. എന്നാൽ ഇതുകൊണ്ടും അവൻ ധിക്കാരം അവസാനിപ്പിച്ചില്ല. കൂടുതൽ ഗർവിഷ്ഠനായി ക്രോധത്താൽ ജ്വലിച്ചുകൊണ്ട് രഥവേഗം വർദ്ധിപ്പിക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിശീഘ്രം പാഞ്ഞുകൊണ്ടിരുന്ന തേരിൽ നിന്ന് അവൻ തെറിച്ചു വീണു. തൽഫലമായി അവന് സർവാംഗം വേദനയുണ്ടായി. 8-ാമത്തെ വാക്യം ഉറക്കെ വായിച്ച്. അതിമാത്രമായ അഹങ്കാരത്താൽ തിലമാലകളെ ചൊൽപ്പടിക്ക് നിർത്താമെന്നും ഉന്നത ശൈലങ്ങളെ ത്രാസിൽ തൂക്കാമെന്നും വ്യാമോഹിച്ച അവൻ നിലംപതിച്ച് മഞ്ചലിൽ വഹിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ശക്തി എല്ലാവർക്കും ദൃശ്യമായി. ആ അധർമ്മിയുടെ ദേഹമാസകലം പുഴുക്കൾ നിറഞ്ഞു. കഠിനവേദന കൊണ്ട് പുളയുന്ന അവൻ്റെ മാംസം അവൻ ജീവിച്ചിരിക്കെ തന്നെ അഴുകിത്തുടങ്ങി. ദുർഗന്ധത്താൽ അറപ്പോടെ സൈന്യം അവനിൽ നിന്നാകുന്നു. ഇതല്ലേ പ്രഭാഷകനെ വായിച്ചത്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിച്ചു തുടങ്ങുമെന്ന്. അത് എക്സാക്ട്ലി ലിറ്ററലി സംഭവിച്ച ഒരു രാജാവാണിത്. മറ്റൊരു രാജാവ് എടുക്കാം. ദാനിയേലിൻ്റെ പുസ്തകം എടുത്തേ. ദാനിയേലിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 29 മുതൽ വായിക്കാമോ? ദാനിയേൽ 4-ാം അധ്യായം 29 മുതൽ. 12 മാസം കഴിഞ്ഞ്, വേഗം എടുത്തേ, ദാനിയേൽ 4:29 മുതൽ. 12 മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു. അപ്പോൾ ഇത് രാജാവ് നെബൂഖദ്നേസറാണ്. അപ്പോൾ ഈ രാജാവ് പറഞ്ഞു, എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹതിയായ ഈ ബാബിലോൺ. കണ്ടോ, ഇവിടെ ബാബിലോണിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഇത് ഞാനാണ് ഉണ്ടാക്കിയത്, ഇതെല്ലാം എൻ്റെ കഴിവാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന രാജാവാണ്. ഒന്നുകൂടെ വായിക്കാമോ? 29 മുതൽ 4:29 മുതൽ ഉച്ചത്തി വായിക്ക്. 12 മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ. ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു. നെബൂഖദ്നേസർ രാജാവേ,
നിന്നോടാണ് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും നിന്റെ വാസം വന്യമൃഗങ്ങളോടൊത്തായിരിക്കുകയും ചെയ്യും. കാളയെപ്പോലെ നീ പുല്ല് തിന്നും. മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നത് അത്യുന്നതനാണെന്നും താൻ ഇച്ഛിക്കുന്നവൻ അവിടുന്ന് അത് നൽകുമെന്നും നീ അറിയുന്നത് വരെ 7 സംവത്സരം കടന്നുപോകും. അപ്പോൾ തന്നെ ഈ വാക്കുകൾ നെബൂഖദ്നേസരിൽ നിവൃത്തിയായി. അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും രോമം കഴുകൻ്റെ തൂവല് പോലെയും വളരുന്നതുവരെ കാളയെപ്പോലെ പുല്ല് തിന്നുകയും ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. ഇതിന് പറയുന്ന ഒരു പേര് ഇതൊരു മെൻ്റൽ ബോവാൻത്രോപ്പി അങ്ങനെ അങ്ങോട്ട് അതിന് പറയുന്നത്. അങ്ങനെ ഒരു രോഗമാണിത്. ഇങ്ങനെ മൃഗത്തെ പോലെ പെരുമാറും, മൃഗത്തെ പോലെ എഴിഞ്ഞു കിടക്കും. അങ്ങനെ ഒരു മെൻ്റൽ ഇൽനെസ് ആണെന്നാണ് പറയുന്നത്. നെബൂഖദ്നേസറിന് വന്നത് ഒരു മാനസിക രോഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രോഗത്തിന് അവൻ അടിമയായിട്ട് മാറി. മൂന്നാമത്തെ ഉദാഹരണം എടുക്കാം. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം മുതൽ ഉറക്കെ വായിച്ച്. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം 21 മുതൽ. ഒരു നിശ്ചിത ദിവസം ഹെറോദേസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരോട് പരസ്യമായി സംസാരിച്ചു. ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഇതൊരു ദേവൻ്റെ സ്വരമാണ്, മനുഷ്യൻ്റേതല്ല. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല. പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു. ഇതിന് ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഈ അഹങ്കാരത്തോടൊപ്പം ജീർണത വരും. പലതരത്തിൽ മാനസിക അസ്വസ്ഥത, ശാരീരിക രോഗങ്ങൾ, അതുപോലെ തന്നെ തകർച്ച, നമുക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇതെല്ലാം അഹങ്കാരത്തോട് ചേർന്ന് കടന്നു വരുന്ന തിന്മകളാണ്. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം. നിങ്ങൾ യെശയ്യാ പ്രവചനം എടുത്തേ. യെശയ്യാ പ്രവചനം ജെറമിയ എടുക്ക്. ജെറമിയായിൽ ഒരു വാക്യം വായിച്ചിട്ട് നമുക്കിന്ന് അവസാനിപ്പിക്കാം. ഈ ചിന്തകൾ വൈൻഡപ്പ് ചെയ്യാം. ജെറമിയ 13 എടുക്ക്. ജെറമിയ 13:15 മുതലുള്ള വാക്യങ്ങൾ. ജെറമിയ 13:15 മുതൽ ഉറക്കെ വായിക്കാമോ? നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്. കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. ഉറക്കെ വായിക്കണം. അടുത്തത്, നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. അപ്പോൾ ദൈവാത്മാവ് പറയുകയാണ്, ദൈവാത്മാവ് അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിനെ ചൊല്ലി കരയും. അതെന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയാൽ ഞാൻ ഉള്ളുരുകി കരയും, കണ്ണീർ ധാരധാരയായി ഒഴുകും. ഇതൊരു വലിയ രഹസ്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ അഹങ്കരിക്കുന്ന ഒരു ആത്മാവ്, അഹങ്കാരം ആരുടെ സ്വഭാവമാണ്? പിശാചിൻ്റെ സ്വഭാവമാണ്. അഹങ്കാരം കൊണ്ടാണ് ലൂസിഫർ പിശാചായിട്ട് മാറിയത്. അപ്പോൾ നമ്മൾ പ്രൈഡ് നമ്മളിൽ നിലനിൽക്കുമ്പോൾ നമ്മളിൽ വസിക്കുന്നത് ശരിക്കും പിശാചാണ്. അപ്പോൾ പിശാചനാണ് പിന്നെ ആത്മാവിൻ്റെ മേൽ അധികാരം. അഹങ്കരിക്കുന്ന ഒരു ആത്മാവിൻ്റെ മേൽ അധികാരം പിശാചനാണ്. അപ്പോൾ പിശാച് ആ ആത്മാവിനെ കൊണ്ടുപോകും. അതോർത്ത് രഹസ്യത്തിൽ ദൈവാത്മാവ് കരയും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാമോ? 15 മുതൽ. നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്. കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവ് അന്ധകാരം വരുത്തും മുമ്പ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. കർത്താവിൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ ഞാൻ ഉള്ളുരുകി കരയും, കണ്ണീർ ധാരധാരയായി ഒഴുകും. അപ്പോൾ ഈ ജോർദാൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ജോർദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഹങ്കാരത്തെ കീഴടക്കുന്ന അഭിഷേകത്തിൻ്റെ ഒരു തലമാണ്. അതാണ് ഏറ്റവും ടോപ്പ് അനോയിൻറ്റിങ്ങിൻ്റെ ലെവൽ. ഒരാൾ കൃപയിൽ വളർന്നോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് അവിടെയാണ്. അയാൾ എന്തുമാത്രം ഈ കാര്യത്തിൽ വിജയം വരിക്കുന്നുണ്ട്. ഇത് നിരന്തരമായിട്ട്, ഞാൻ കൊച്ചു ത്രേസ്യ പുണ്യവതിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ നിൻ്റെ ഈ വേദനയൊക്കെ നീ അഭിനയിക്കുന്നതാണ്, ഫെയിൻ ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കൊച്ചു ത്രേസ്യയുടെ മുഖം വാടി. അപ്പോൾ കൊച്ചു ത്രേസ്യ പറയുകയാണ്, നോക്കുക ഞാൻ എത്ര അഹങ്കാരിയാണ്. ഒരാൾ വഴക്ക് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുഖം വാടി. നോക്കുക
ഞാൻ എത്ര അഹങ്കാരിയാണ്. അപ്പോൾ ലാസ്റ്റ് മരണത്തിൻ്റെ അവസാന നിമിഷം വരെ വിശുദ്ധർ പോരാടിക്കൊണ്ടിരുന്ന ഒരു തിന്മയാണിത്. ഏറ്റവും പ്രയാസമേറിയ സുഹൃതം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. എന്തിനെക്കുറിച്ചുള്ള പുസ്തകമാണിത്? ഏറ്റവും പ്രയാസമേറിയ സുഹൃതം എന്താണ്? എളിമയാണ്. ഏറ്റവും പ്രയാസമേറിയ സുഹൃതം എളിമയാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ തന്നെ പാടാണ് നമ്മളിൽ പ്രൈഡ് ഉണ്ടോയെന്ന്. അപ്പോൾ ഇത് മനസ്സിൽ വെക്കുക. ഇപ്പോൾ ജോർദാൻ കടക്കാൻ ഏലീഷ തയ്യാറായി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഏലിയ ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടത്? അത്രയും തീക്ഷ്ണമായി ആഗ്രഹിക്കുന്ന തൻ്റെ ശിഷ്യനോട് ഏലിയ ചോദിച്ചു, നിനക്ക് എന്ത് വേണം? അപ്പോൾ ഏലീഷ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് വേണം. നമ്മൾ ഇച്ചിരി തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ ഇരട്ടി പങ്കെന്ന് പറയുന്നത്. അതായത് ഏലീഷായുടെ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്കെന്ന് പറഞ്ഞാൽ ഇരട്ടി അളവ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഈ വസ്തു വീതം വെക്കുന്ന സമയത്ത് മക്കൾക്ക് ഷെയർ കൊടുക്കുമ്പോൾ മൂത്ത മകന് 2 ഡബിൾ പോർഷൻ ഷെയർ കൊടുക്കുമായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ അവനാണ് അടുത്ത അവകാശി, അപ്പൻ്റെ സ്ഥാനത്തിന് അടുത്ത അവകാശി മൂത്ത മകനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഇരട്ടി പങ്ക് അഭിഷേകം എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ഏലീഷായുടെ സ്ഥാനത്ത് നിന്ന് ഈ നാട്ടിൽ പ്രവാചക ശുശ്രൂഷ ചെയ്യാനുള്ള അടുത്ത അവകാശം ഏലീഷായ്ക്കാണ് എന്നുള്ളതാണ്. അതാണ് ഏലീഷ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങ് ചെയ്ത ആ സ്ഥാനത്ത് നിന്ന് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് അവസരം തരണം. ഞാൻ ഇനി അങ്ങയുടെ അഭിഷേകത്തിൽ, അപ്പോൾ അതിനെനിക്ക് അങ്ങയിലുണ്ടായിരുന്ന ആത്മാവിൻ്റെ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ പറ്റൂ. ആ അർത്ഥത്തിലാണ് ഡബിൾ പോർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഏലീഷായിലുണ്ടായിരുന്ന ആ ശക്തിയുടെ ഇരട്ടി ശക്തി എന്ന അർത്ഥത്തിലല്ല. തീർച്ചയായിട്ടും ഏലിയായിലുണ്ടായിരുന്ന അഭിഷേകത്തിൻ്റെ ഏലിയ ചെയ്തതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏലിയ ഒരാളെ ഉയർപ്പിച്ചപ്പോൾ ഏലീഷ 2 പേരെ ഉയർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏലിയ ജീവിച്ചിരുന്ന കാലത്ത് അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ ഏലീഷ മരിച്ചു കഴിഞ്ഞും അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏലിയ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഏലീഷ ചെയ്യുന്നുണ്ട്.